നമസ്കാരം. ഞങ്ങളുടെ ഇവിടെ ഇന്നലെ വൈകുന്നേരം ഭയങ്കരമായിട്ട് മഴ പെയ്തു. അപ്പോൾ റോട്ടിലൊക്കെ വെള്ളം കയറി, മലവെള്ളം എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇതേ ഞങ്ങളുടെ കൂടെ പോണ ആൾക്കാർ, ഞങ്ങളുടെ സാരഥി ഇതേ ഉണ്ടാ. പിന്നെ അതെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ ഇതേ രണ്ടെണ്ണം. പിന്നെ മാഡം വന്നിട്ടില്ല കേട്ടോ, ആളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വിശേഷം ദേ തൊട്ട് മുന്നത് വീടിൻ്റെ കുറച്ചപ്പുറത്താ, ഒന്ന് നോക്കിക്കോട്ടാ. അപ്പം ഞങ്ങളിതേ ഇവിടെ നിങ്ങൾ ഓഫും ചെയ്യാനുള്ള നേരെ അങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാൻ എന്നിട്ടാണ് അതെവിടെ പോകണം. അവിടെ ആദ്യം നമുക്ക് ലെഫ്റ്റ് വലിയ ഹൈവേയിൽ മനസ്സിലായില്ലേ? അയ്യോ ഈ റോട്ടിൽ കൂടെ കലക്കവെള്ളം പോകുന്നുണ്ട് കേട്ടോ. നല്ല കലക്കവെള്ളം. കൊള്ളട്ടാ, അവിടേക്ക് വെള്ളമുണ്ട്. ഒഴുകുന്നുണ്ടോ? അത് ഇവിടേക്ക് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ അതേ ഹൈവേയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നല്ലതേ റോഡിൻ്റെ സൈഡിലൊക്കെ വെള്ളമുണ്ട്. അപ്പം ഇന്നലെ പലരും പറഞ്ഞു അവിടുത്തെ മലകളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഹൈവേയിലൊക്കെ വെള്ളം കയറി മുങ്ങും എന്ന് പറഞ്ഞു. പക്ഷെ മുങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു അര വീല് കണക്കിലുള്ള വെള്ളം ഉള്ളൂ കേട്ടോ, ഒരുപാട് വെള്ളമൊന്നുമില്ല. പക്ഷെ ഇത് സംഗതി പുഴ പോലെ കിടക്കണുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടാൽ പേടിക്കേണ്ട കേസില്ല. ഉണ്ടോ നല്ല ചെളി വെള്ളമാണ് കേട്ടോ, സോപ്പ് മത പോലത്തെ വെള്ളമൊക്കെയാണ്. അപ്പോൾ കെമിക്കലൊക്കെ ഉണ്ടായിരിക്കും. അതവിടെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട്. അതുമ്മ എഴുതി വെച്ചിട്ടുള്ളത് 200 എത്രയാ 0.2. അപ്പോൾ എത്ര 20 സെൻറ്റിമീറ്റർ അല്ലേ? 20 സെൻറ്റിമീറ്റർ മഴയുള്ളൂ, അല്ല വെള്ളം ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാ. റോഡ് ക്ലോസിംഗ് എഴുതി വെച്ചാണ്, റോഡ് ക്ലോസിംഗ് എഴുതി വെച്ചാണ്. പോവായിരിക്കും. ഓക്കെ അതെ. ഇതൊരു വണ്ടി അവിടെ നിന്ന് നീന്തി വരുന്നുണ്ട്. റോഡ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. കാരവൻ ഉള്ള സംഭവങ്ങൾ. ബോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി റോട്ടിലിട്ട് ബോട്ട് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ഈ റോഡിൻ്റെ സൈഡിലുണ്ടോ വലിയ വാട്ടർ ടാങ്കുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 5000, 10000, 25,000 ഒക്കെ കൊള്ളുന്ന വലിയ ടാങ്കുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുണ്ട്. പ്രകൃതി നല്ല ഭംഗിയുണ്ട്. ആകാശം നല്ല നീലാകാശത്ത് ഇങ്ങനെ മഴമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് നിൽക്കണ്. മഴ പെയ്തോട്ടെ. ഇവിടെ ഒന്നും വെള്ളമില്ല കേട്ടോ. ഇനി അപ്പുറത്തുണ്ടാവുന്നല്ലോ വെള്ളം അല്ലേ? അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേക്കുള്ള യാത്ര മാത്രം. വെള്ളം കാണാനുള്ള മലവെള്ളം കാണാൻ പോക്ക്. നമ്മുടെ നാട്ടിൽ പുഴയിലാണല്ലോ മലവെള്ളം കാണാൻ പോക്ക്. ഇവിടെ പുഴയിലല്ല, ടൗണിലുള്ള മലവെള്ളം കാണാൻ പോക്കാണ്. അപ്പോൾ അവിടെ വലിയ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് റോഡിൻ്റെ സൈഡിൽ പിന്നെ ഇതേ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. റോഡ് ക്ലോസ് ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവുന്നു. അപ്പോൾ നിങ്ങൾ നേരെ പോകുന്ന റോഡ് അവിടെയും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ ബോർഡുകൾ വരുന്ന അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ 80-ൽ പോകുന്ന സ്ഥലമാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഫ്ലഡ് ഉണ്ട്, നോ എൻട്രി എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണം. ഞങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഉണ്ടോ വലിയ സ്റ്റോറേജ് ബിന്നുകളുള്ളൊരു കമ്പനിയാണിത്. ഈ പരിസരത്തുള്ള കൃഷി, ഗോതമ്പ്, സോഗൻ, അതുപോലെ തന്നെ വേറെന്ത് സംഭവമാണ്
ആ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് ഇവിടെ. മുതിര, കടല പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ വലിയ വലിയ സംഭവത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ ഒരുപാട് ടാങ്കുകളുണ്ട് കേട്ടോ ഇവിടെ. റോഡിൻ്റെ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ടാങ്കുകളുണ്ട്. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ കണ്ടു. ഇവിടെ വിശാലമായ പാടശേഖരങ്ങളാണ് ഈ ഡാൽബി എന്ന് പറഞ്ഞ സിറ്റിയുടെ പുറത്തുള്ളത്. അപ്പോൾ അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ സിറ്റിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വടിഞ്ഞു പോകും. അതാണ് സംഭവം. ഇവിടെയൊക്കെ കുറച്ച് കമ്പനികളൊക്കെ ഉണ്ട്. കമ്പനിയിൽ വെള്ളം കയറൂല എന്ന് തോന്നുന്നത് സൈഡിലൊക്കെ. അങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തി നമ്മൾ അങ്ങോട്ട് കിടക്കും. പത്ത് കയറ്റാൻ പറ്റോ? എഞ്ചിൻ്റെ അവിടേക്കൊന്നും വെള്ളം കയറുന്ന അത്ര അഭികാമ്യമായിരിക്കും, കയറില്ലായിരിക്കും. അത് ഉരുണ്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്, വണ്ടിക്ക് നല്ലത്. ഞങ്ങൾ സിഗ്നലിൽ ഇങ്ങനെ കിടന്നു. മേഘങ്ങൾ മുകളിൽ കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതേ നമ്മൾ നേരത്തെ കണ്ട മേഘങ്ങൾ നല്ല വെളുത്തായിരുന്നു. പോവന്മാർ കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ മഴയെന്നല്ല കേട്ടെ, ഈ ഒരാഴ്ച മുഴുവനും മഴയെന്ന് കേട്ടത്. പിന്നെ നമ്മൾ നേരെ സ്റ്റോറേജ് ബിന്നുകൾ അങ്ങ് ദൂരെ, അത് എത്ര ഹൈറ്റ് ഉണ്ടാവും? ഒരു 5 നില ഹൈറ്റൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തുള്ളൂ. അതാ സ്റ്റോറേജ് ബിന്നുകൾ ഒരു 5 നിലകളൊക്കെ ഹൈറ്റ് ഉണ്ടാവും തോന്നുന്നു. അവിടെ അടുത്തേലും ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. അവിടെ ഉണ്ട്. ഫ്ലഡിങ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇവിടെ റോഡ് താത്തി പണിതാന്ന് പറയാം, വെള്ളം പോകാൻ വേണ്ടി. അയ്യോ പതുക്കെ കുണുങ്ങി പോട്ടെ. അങ്ങനെ വെള്ളം ഉണ്ടാവും. നടന്ന് പിടിച്ച് വരാൻ പറ്റില്ല അല്ലേ? കെട്ടാന് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ ഗോതമ്പ് പാടായിരുന്നു നമ്മൾ വരുമ്പോൾ. ഗോതമ്പൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഒരു ഉഴുതിട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ടല്ലോ, ഉഴുതിപ്പോൾ നന്നായി. നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ പണ്ടത്തെ പോലെ ആൾക്കാർ ഇപ്പോൾ തവളയും മീനൊക്കെ പിടിക്കാറിങ്ങനെ. എന്തായാലും ഇവിടെ തവളേനെ കാണാനില്ല, മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. തവള ഉണ്ടെന്ന്. ഇവിടെ പിടിക്കാൻ പറ്റുമോ? തിന്നു കഴിഞ്ഞാൽ തട്ടിപ്പോവാ, ജയിലിൽ പോകുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തവളേനെ പിടിക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് തവളേനെ പിടിക്കായിരുന്നു. ചിലപ്പോൾ തവളേനെ പിടിക്കാം, തിന്നാനും പറ്റും. ചിലപ്പോൾ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ അവർ ഫ്രീ തരാമെന്ന് പറയും ചിലപ്പോഴേ. അങ്ങനത്തെ സംഭവം കൂടി ഉണ്ടല്ലോ. ആ വെള്ളമാണ് ഇത് അവിടേക്ക് ഇങ്ങനെ മറിഞ്ഞു വരുന്നത്. അടുത്ത സ്ഥലത്ത് വെള്ളം. നമ്മൾ നേരത്തെ കണ്ട ആ സ്റ്റോറേജ് ടാങ്കിൻ്റെ അവിടെ ഗോതമ്പ് കൂട്ടിയിട്ട് ടാർപ്പായിട്ട് മൂടി വെച്ചാണ് കാണുന്നത്. അവിടെ ഒഴുക്കുണ്ട് കേട്ടോ. പതുക്കെ ക്യാരവനൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് അവിടെ. അടുത്ത സ്റ്റോറേജ് ടാങ്ക് ഇവിടെ. റോഡ് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഒരു പാലുണ്ട് കേട്ടോ. ആ പാലത്തിൽ കൂടെ പക്ഷേ ഈ വെള്ളം നല്ല കലക്ക വെള്ളമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ശരിക്കും മലവെള്ളം വരുമ്പോൾ ഉണ്ടാവുന്ന അല്ലല്ല അത് ഗോതമ്പാണ്. ഞാൻ കണ്ടതാ ഗോതമ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് വലിയ ട്രക്കുകളിൽ കൊണ്ടുവന്ന് അറച്ചം കിട്ടക്ക മല പോലെ കിടക്കണേ. എന്തായാലും ഗോതമ്പിൽ കുറച്ചുകൂടി കയറി വെള്ളം കയറിയാനെ. ആ ടാങ്ക് ഭയങ്കര ഹൈറ്റ് അല്ലേ ആ ടാങ്കിന്? 4-5 നിലയുള്ള ഹൈറ്റുള്ള ടാങ്ക് നമ്മൾ നേരത്തെ കണ്ടതാണ് അവിടെ നിന്ന്. അത് എന്നിട്ട് അവന്മാർ അതിൽ കൂടെ കൊണ്ടുവന്നിട്ട് റെയിലിട്ടിട്ടുണ്ട് ഇവിടെ. ഇത് റെയിലാണ് കേട്ടോ. ഈ റെയിൽ അത് പോയിട്ട് ആ സ്റ്റോറേജ് ടാങ്കിൻ്റെ അവിടേക്ക് പോണ്. അവിടെ നിന്ന് നിറച്ച് ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകും. അപ്പുറത്ത് അതായത് ഇപ്പം നമ്മൾ വെള്ളം മടിഞ്ഞു പോണ കണ്ടില്ലേ?
റോഡ് പടിഞ്ഞിട്ട്. അത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അവിടെ മഴ പെയ്തിട്ട് വെള്ളം വടിയോ എന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് പോയി നോക്കിയപ്പോൾ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ വെള്ളം വടിയുന്നുണ്ടായിരുന്നു. മനസ്സിലായി? എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് എത്ര താഴ്ചയുണ്ടെന്ന് അറിയില്ലല്ലോ, ഞങ്ങൾ തിരിച്ചു പോന്നു. ആവശ്യമില്ല റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ തിരിച്ചു വന്നു. പക്ഷെ ഇപ്പം ഇതിൽ കൂടെ വണ്ടി ഓടണ്ടല്ലോ. ഈ റോഡിന്റെ അങ്ങേ അറ്റത്താണ് വെള്ളം ഭയങ്കരമായിട്ട് നിറയുന്ന സ്ഥലമാണ്. ആ തോടില്ലേ നമ്മുടെ ക്രീക്ക്, അതന്നെ ആ ക്രീക്കിന്റെ അവിടെ നിറഞ്ഞിട്ട് വെള്ളം പോനാണ്. പക്ഷെ പകുതിക്ക് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടാവും. ആ 2-3 ആഴ്ച മുമ്പും മഴ പെയ്തപ്പോൾ ഇതുപോലെ തന്നെ അവിടെ വെള്ളം കയറിയത്. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയപ്പോൾ കുറച്ച് നിന്നപ്പോൾ അവർ റോഡ് ബ്ലോക്ക് എന്നുകൊണ്ട് എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളം വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൽബി എന്ന് പറയണ സിറ്റിയുടെ ചുറ്റും മലകളാണ്. ഈ സിറ്റിയും ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളും വളരെ നിരന്ന സ്ഥലമാണ്. കയറ്റിറക്കില്ലാത്ത ഫ്ലാറ്റ് ലാൻഡാണ്. കിലോമീറ്ററുകളോളം പരന്ന സ്ഥലം, അതിന് ചുറ്റും മലകൾ. അപ്പോൾ ഈ എല്ലാ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളം എല്ലാം കൂടിയിട്ട് മലയിൽ നിന്ന് ഇങ്ങോട്ട് ഒലിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് ലാൻഡിൽ ഇങ്ങനെ പതുക്കെ കെട്ടിക്കിടന്ന് സാവധാനം പോയി തീരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലഡ് വരാനുള്ള പ്രധാന കാരണം. പിന്നെ ഈ ചുറ്റുള്ള ഫാം ലാൻഡുകൾ ഈ മലയിൽ നിന്ന് വരുന്ന കുത്തി ഒഴുകി വരുന്ന ചെളി കലർന്ന വെള്ളം ഇവിടെ ഒന്ന് പതുക്കെ ഡെപ്പോസിറ്റായിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ വളമൊക്കെ കിട്ടിയിട്ട് ഇവർ ഗോതമ്പും മറ്റു സാധനങ്ങളും നന്നായിട്ട് വളരുന്നത്. ഇവിടെ വലിയൊരു പാടം കിടക്കുന്നുണ്ടോ? പോലും വലിയ പാടം നോക്കി മറ്റം പോലും കാണാൻ പറ്റില്ല. അതുപോലെ ഇവിടെ മുൻപ് വന്നപ്പോൾ ഗോതമ്പായിരുന്നു, ഇപ്പോൾ പുല്ലും ഗോതമ്പും ഒരേപോലെ വരും. അതിൻ്റെ പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഇത്. ഞങ്ങളുടെ സാരഥി ആഷ് അതേ വന്നുള്ള വരാൻ പോണുള്ളൂ. ഇതാ ഞങ്ങളുടെ സാരഥി ആഷ്. അന്ന അടുത്ത ബോയ് ഗോഡ്സൺ. അപ്പോൾ ഞങ്ങളുടെ ഈ വെള്ളം കാണൽ, മലവെള്ളം കാണൽ ഇവിടെ നിന്ന്. അപ്പോൾ ഓസ്ട്രേലിയയിലെ ഡാൽബിയിലെ മലവെള്ളത്തിൻ്റെ ചെറിയൊരു പതിപ്പ് കണ്ടു എന്ന് കരുതാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കാണാം. പണ്ടൊക്കെ ഞാൻ കരുതാറുണ്ടായിരുന്നു ആന്ധ്രയിലൊക്കെ അങ്ങനെ വെള്ളം വന്നെയായിരുന്നു. പക്ഷേ സംഭവം ഇതാണ്, ആന്ധ്രയൊക്കെ ഇങ്ങനെ പരന്ന ലാൻഡായതുകൊണ്ട് വെള്ളം ഒഴുകി പോകാതിരിക്കുന്നതുകൊണ്ടാണ് അവിടെയൊക്കെ ഫ്ലഡ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കേരളത്തിലെ ഭൂപ്രകൃതി വളരെ പരന്നതായതുകൊണ്ട് മഴവെള്ളം അതിവേഗം ഒലിച്ച് കടലിൽ പോയി തീരും. പിന്നെ 2018 വെള്ളപ്പൊക്കം പോലുള്ള സംഭവമാണ് അത് വിപരീതമായത്. അപ്പോൾ ഇതാണ് വിശേഷം. അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓക്കെ എന്നാ ശരി, താങ്ക് യു.